അവിടെ ലാസ്റ്റ് ബഗ്ഗ. നമുക്ക് ബോധം കെട്ട് ഉറങ്ങണ്ടേ? ഇതുകൂടെ അങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. അതാരാ? അതോ അത് സിക്കന്ദർ ബായി, നമ്മുടെ മുതലാളി. അവരെന്താ പോത്തെ? അതാണ് അവര് തമ്മിലുള്ള ബന്ധം. പക്ഷേ മുതലാളിക്ക് ഹിന്ദി അറിയില്ല, സിക്കന്ദർ ബായിക്ക് മലയാളവും അറിയത്തില്ല. കണ്ടില്ലേ, സംസാരത്തോട് സംസാരം, അതും ആംഗ്യ ഭാഷയും. ബ്ലോക്കായി പോയി. ആക്ച്വലി ഇതാണ് ആംഗലേയം. സിക്കന്ദർ ബായി പിറ്റ, അതാ കിളി വണ്ടി ഓടിക്കുന്നത്. നോട്ട് റീച്ചബിൾ ആവില്ലേ? ദൈവമേ, അങ്ങ് എത്തിയാ മതിയായിരുന്നു. മോളുറങ്ങിയോ? ആ, ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. अरे ये क्या कर दिया भाई? साले कहाँ कहाँ देखता है? गाड़ी चल रहा है, दिखता नहीं है क्या? अरे बात दिखने की नहीं है भाई साहब, गाड़ी है, रास्ते पर चलेगी तो कहीं ना कहीं तो टकरा भी सकती है ना भाई। पर तुम इतना ज्यादा एक्साइटेड मत हो, सब सॉल्व हो जाएगा। ये कैसे सॉल्व करेगा? ये तेरे जैसा छोटा गाड़ी नहीं है, लैंड क्रूजर है, लैंड क्रूजर। अरे लैंड क्रूजर हो या सी क्रूजर हो यार, बात होती है गाड़ी चलाने की। गाड़ी ठीक से चलाते तो टक्कर नहीं होती, समझे? അയ്യപ്പൻ ഇടപെടേണ്ടി വരൂ. ഇടപെടേണ്ടി വരും. इतना बड़ा गाड़ी रिवर्स हो रहा था, तुमको दिखता नहीं क्या अंधे हो? गाड़ी का नंबर नोट करो और पुलिस को बुलाओ। जी साहब। 2 दिन जेल में रहेंगे तो दिमाग ठिकाने आ जाएगा। अरे भाई पुलिस की क्या जरूरत है भाई? अरे गाड़ियां आपस में लगी हैं, थोड़ा सा एक्सीडेंट हुआ और क्या हुआ? साले ഇത് രംഗം വഷളാവുകയാണല്ലോ. ദേ സിക്കന്ദർ ബായിനെ ഇടിക്കുന്നു. എന്താ എന്താ അവിടെ? അയ്യോ, आसपास कोई हॉस्पिटल नहीं? ഇതെന്താ ഈ 10 കാണിച്ചത്? കിലോമീറ്റർ ജായ. थोड़ा हेल्प करो। ജൽദി ആവോ. അതെ, ആള് തീർന്നു. ഈശ്വരാ, നിനക്കിത് എന്തിന്റെ കുഴപ്പമായിരുന്നു? അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ പറഞ്ഞു തീർക്കൂലേ? ഇപ്പൊ ഞാൻ സഹായിച്ചതാണ് കുറ്റം. സിക്കന്ദർ എന്റെ ഫ്രണ്ടല്ല, ആളിന്റെ ഫ്രണ്ടാ. ഏതായാലും പോലീസ് കേസ് ഉറപ്പാ. ആള് ചെത്താ കൊലക്കുറ്റം. അതിന് ഞാൻ കൊന്നതിന് ആരുമില്ലല്ലോ സാക്ഷി. ഞാൻ കണ്ടതല്ലേ, ഞാൻ തന്നെ സാക്ഷി. ഞാൻ സത്യമേ പറയുള്ളൂ. ഇയാളെന്തൊരു മനുഷ്യനാണോ? എങ്ങോട്ടാ, മുങ്ങാണോ? മുങ്ങാനൊന്നുമല്ല, അയ്യപ്പനായിട്ടുണ്ടാക്കിയ പ്രശ്നം അയ്യപ്പൻ തീർത്തിട്ട് ഇവിടുന്ന് പോകും. കുട്ടപ്പാ, എന്തോ സിക്കന്ദർ ബായോട് പോയിക്കൊള്ളാൻ പറ. ആവശ്യമുണ്ടെ വിളിപ്പിക്കാം. ബൈ. സിക്കന്ദർ ബായ്. എന്തായി? ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഇനിയുണ്ടോ നിനക്ക്? മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്താൻ. ഓർപ്പണേ, ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് ഈ വക പേടിത്തോണ്ടനെ? ഒരു മണി ഗുണാഞ്ചൻ. പ്രിയപ്പെട്ട അളിയന് ഞാൻ പോകുന്നു. നിരവധി തവണ ജയിലിൽ കിടന്ന് മടുത്ത ഞാൻ ഇനി ആ വഴിക്ക് ചിന്തിക്കുന്നില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കുറ്റം അളിയൻ ഏറ്റെടുത്ത് എന്നെ സഹായിക്കണം. പകരം അളിയൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞു പോലെയും അളിയൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം ഭാര്യയെ പോലെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. അളിയൻ പോലീസിന് കീഴടങ്ങിയ ശേഷം ഞാൻ തിരിച്ചെത്താം എന്ന് സ്വന്തം സ്വാമി അയ്യപ്പൻ. എന്റെ അമ്മേ, അളിയാ, എന്താ? ഇന്നലെ രാത്രി തലക്കിടിയിട്ടവൻ ചത്തട്ടില്ല. ഇങ്ങോട്ട് വന്നേ, വാ. കണ്ട, അതവനാ.
ചത്തട്ടില്ല. ദേ പുതിയൊരുത്തിനെ കൊണ്ടാ വന്നേ. എന്തിനായിരിക്കും അവർ വന്നത്? പ്രതികാരത്തിന്. ചൂണ്ടിക്കാണിച്ച് കൊട്ടേഷൻ കൊടുത്ത സ്ഥിതിക്ക് പോലീസിൽ പരാതിപ്പെട്ട് കാണില്ല. ഏത് സമയം ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അളിയൻ സൂക്ഷിച്ചോ. ഓലെ ആഗ്രഹം കൊള്ളാം. എല്ലാം എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വെളുപ്പിനെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ അളിയനൊന്ന് ഏപ്രിൽ ഫുള്ളാക്കിയതല്ലേ. ആയില്ല. ഈ സെപ്റ്റംബറിലോ? എന്താ ഇവിടെ? നിന്റെ മുറച്ചെറുക്കന്റെ പ്രണയലേഖനം. അളിയന്റെ ഒരു തമാശേ. ഞാൻ എഴുതിയ കവിതയാ. കവിത. 12 മക്കളെ പെറ്റൊരമ്മേ. എനിക്കിതങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒന്ന് ശ്രമിച്ചു നോക്കുന്നോ? ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വേണ്ടാത്തോട് തൊട്ടാ ഏത് തൊഴിക്കാത്ത പശുന്ന് തൊഴിക്കും. എന്റെ തലയിലെടുത്ത അതാ. ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ലേ. ചോറ് കളയാതെ മുഴുവൻ കഴിക്കണം. ഹായ് മുത്തശ്ശൻ. ആരായത്? മുത്തശ്ശന്റെ പുന്നാരിയല്ലേ? ആ, മുത്തശ്ശൻ മോക്കൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് ചോക്ലേറ്റ്. ശേഖരേട്ടോ, ദേ അച്ഛൻ വന്നിട്ടുണ്ട്. അമ്മോനോ? അളിയ ഒരു വെള്ള ഷർട്ട് ഇട്ടു. അലമാരി കാണും. ആ ഷർട്ട് കിട്ടിയോ? ആ കിട്ടി. അത് ഈ ചന്ദനുണ്ടളിയ. ഇതാ അവിടെ ഇരിപ്പുണ്ട്. ആ सर, इनके पीछे कौन है ये पता करने के लिए उसको जिंदा पकड़ना पड़ेगा सर। राजा भाई, മുംബൈ സ്ഫോടന കേസിലെ പ്രതിപട്ടികയിൽ ചന്ദ്രു ഉണ്ടെന്നും ടെററിസ്റ്റുമായി ചന്ദ്രന് ബന്ധമുണ്ടെന്നും സിക്കന്ദർ ബായ് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. चंद्रू का नाम जुड़ा हुआ है. Hi. See. Look at uncle. Hi. Now I'll shoot you. Hands up. Now you shoot. Yes. Now see this. See this. You want this? No. See. Shoot me. വിദ്യ ഇത് നോക്കി. എക്സ്ക്യൂസ് മീ. ശേഖരൻകുട്ടി, വാട്ട് എ സർപ്രൈസ്. ഇതാ ഞാൻ പറയാറുള്ള ശേഖരൻകുട്ടി. ഓ ഹലോ. സാർ ചാർജ് എടുത്ത വിവരം ഞാൻ ടിവിയിലും പത്രത്തിലും കണ്ടിരുന്നു. ശേഖരൻകുട്ടി എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാനിവിടെ ബിസിനസ്സാ. എന്ത് ബിസിനസ്? Bye. മോൾക്ക് അങ്കിളിനെ അറിയൂ? ഇല്ല. ഓക്കെ, ഈ അങ്കിളെ അറിയോ? ഇല്ല. ഇത് മമ്മിയുടെ നാട്ടുകാരനാ. എന്താ മോളുടെ പേര്? അമ്മു. ശേഖരൻകുട്ടി സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വാ. അപ്പൊ ശരി സാർ. ഇതാ എന്റെ കാർഡ്. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി. ആ സാർ സാറിന് സെക്യൂരിറ്റി ഒന്നുമില്ലേ?
നമുക്കും വേണ്ട ഒരു പ്രൈവസി ഒക്കെ. പോട്ടെ. ശരി. ടെററിസ്റ്റുകളുമായ ചന്ദ്രന്റെ ബന്ധം ഞാൻ വംശസാറിനെ അറിയിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നില്ല അയാളിൽ നിന്നുണ്ടായത്. राजा, चंद्रू के और हमारे धंधे में किसी से भी रिश्ते हो सकते हैं. तुम्हारा उससे कोई लेना देना नहीं है. तुम सिर्फ अपने काम से काम रखो. जस्ट माइंड योर ओन बिजनेस. अंडरस्टैंड? പുതിയ കലക്ടർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് നീയാണെന്ന് ചന്ദ്രു പറഞ്ഞറിഞ്ഞു. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷേ കൂട്ടത്തിലൊരുത്തൻ ഞങ്ങളെ ഒറ്റിയാൽ സിക്കന്ദർ ഭായിയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അവൾക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. भाभी जी नमस्ते. सिकंदर भाई है? अंदर ही है. देखो राजा भाई आए हैं. हैप्पी बर्थडे बेटा. ये केक बिटिया के लिए. मेरी और बापू आने के बाद काट लिए. ओके, थैंक यू अंकल. बेटा बस हम यूं गए और यूं आ जाएंगे, फिर हम मिलकर सेलिब्रेट करेंगे. ओके बाय. നമസ്തേ. नमस्ते. കളക്ടറെ നേരിൽ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. सॉरी सर, कलेक्टर साहब आपको मिलना चाहते हैं. मैं उनको ही मिलने जा रहा. चलिए अपने गाड़ी में चलते हैं. अच्छा, मैं अभी आऊंगा. प्लीज कम. എങ്ങോട്ടാ അമ്മയും മോളും കൂടെ? ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാ. ഷോപ്പിങ്ങിനോ? എന്നാ ചെന്നട്ടെ, ഞാൻ സാറിനെ ഒന്ന് കാണാം. ശരി, കാണാം. No, 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 not this. I need a detailed report. Sir. So send it back. Yes, sir. സർ, सर, हाँ. ശേഖരൻകുട്ടി ഇരിക്കൂ. പ്ലീസ്. ഇവിടെ എന്ത് ബിസിനസ് എന്ന് പറഞ്ഞേ? എക്സ്പോർട്ടിംഗ്. ഓ, എക്സ്പോർട്ടിംഗ്. എന്ത് പ്രോഡക്റ്റാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഫർണിച്ചേഴ്സ്. ആ, ഫർണിച്ചർ. മിസ്റ്റർ ശേഖരൻകുട്ടിയെ കുറിച്ച് വിദ്യ പറഞ്ഞു കേട്ടൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഓഫ് കോഴ്സ് ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ പഴയ ചെറുപ്പളശ്ശേരിക്കാരൻ ശേഖരൻകുട്ടി ഇവിടെ മുംബൈയിൽ വന്ന് രാജയായി വളർന്ന് പടർന്ന് പന്തലിച്ച വിവരമൊന്നും പാവം വിദ്യക്കറിയില്ല കേട്ടോ. രാജ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കാരണം രാജയ്ക്ക് ഊഹിക്കാമല്ലോ അല്ലേ? ലുക്ക് മിസ്റ്റർ രാജ, മുംബൈ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ 4 ഐഡിയൽ സ്പോട്ടുകളുടെ വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. ഇവയിലൊന്ന് മിനിറ്റുകൾക്കകം ബ്ലാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ടെൽ മീ രാജ, എവിടെയാണ് നിങ്ങൾ ബോംബ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബോംബോ? ഞാനെങ്ങും ബോംബ് വെച്ചിട്ടില്ല. രാജ, കുറെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? പണോ? സർ, എനിക്കൊന്നും അറിയില്ല. രാജ പ്ലീസ്, ഇനി ഒന്നിനും സമയമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പട്ടേൽ സർ, ഉസേ ലേക്കേ ആവോ. तिवारी, ഇവനാണ് ആ ബോംബ് നിർമ്മിച്ചത്. ഇവനാണ് അത് പാക്ക് ചെയ്തത്. ഇവൻ തന്നെയാണ് അത് നിങ്ങൾക്ക് കൈമാറിയത്. ഇനിയെങ്കിലും പറയണം, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പാക്കറ്റ് നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? साहब जी. शुक्रिया साहब. ഇവിടെയാണ് സിക്കന്ദറുടെ ഫ്ലാറ്റിലാണ് ബോംബ് വെച്ചിരിക്കുന്നത്. മൈ ഗോഡ്.
സാർ ആ ടെററിസ്റ്റുകളുള്ള സ്ഥലം എനിക്കറിയാം സാർ. ഞാൻ കാണിച്ചു തരാം. अब बोलिए, हम तुम्हारे लिए क्या कर सकता हूं? 10 साल पहले तुम और तुम्हारे दोस्त महेंद्र वर्मा ने मेरे धंधों के साथ साथ मेरी पूरी फैमिली को खत्म कर दिया था, याद है? मुझे तुमसे उसका पुराना हिसाब सूद समेत चुकाना है. കഴിഞ്ഞ 10 വർഷം ജയിലിൽ കിടന്ന് ഞങ്ങൾ നരകയാതന അനുഭവിച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. കലക്ടറുടെ അന്ത്യമെന്ന ഒരേ ഒരു ലക്ഷ്യം. ഇതിനിടയിൽ കലക്ടർ ഒരുപാടങ്ങ് വളർന്നു. ഇപ്പോൾ തമിഴ്നാട് ചീഫ് സെക്രട്ടറി. മകളുടെ കല്യാണം പ്രമാണിച്ച് അയാൾ ഒരു മാസം കോയമ്പത്തൂരിലുണ്ട്. സെൻട്രൽ മിനിസ്റ്റേഴ്സ് വരെ പങ്കെടുക്കാൻ സാധ്യതയുള്ള ആ ചടങ്ങിന് ഗവൺമെൻറ് മിലിറ്ററി പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അയാൾ കൊല്ലപ്പെടണം. ഒരു പ്രൊഫഷണൽ കില്ലർക്ക് പോലും ഏറ്റെടുത്ത് തീർക്കാൻ കഴിയാത്ത ദൗത്യം നീ ഏറ്റെടുക്കണം. നിങ്ങൾ തമ്മിലുള്ള മുൻകാല സൗഹൃദം കാര്യങ്ങൾ എളുപ്പമാക്കും. നിങ്ങൾക്കിപ്പോൾ ശത്രുക്കൾ രണ്ടാണ്. ഒന്ന് ഞാനും, ഒന്ന് ചീഫ് സെക്രട്ടറി. എന്നെ കൊണ്ട് ചീഫ് സെക്രട്ടറി കൊല്ലിക്കുക, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുക. ബ്രില്യൻ ഗെയിം. രക്ഷപ്പെടേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഞാനിത് ചെയ്തില്ലെങ്കിലോ? നീ അത് ചെയ്യും. അത്രമാത്രം നീ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. खालिद, തോക്കെടുത്തിട്ട് വർഷം കുറേ ആയല്ലോ. ഉന്നം തെറ്റാതെ ഷൂട്ട് ചെയ്യാനാവില്ല നിനക്ക്. ഇന്ത്യൻ മിലിറ്ററിയുടെ സെക്യൂരിറ്റിയുള്ള ചീഫ് സെക്രട്ടറിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഞാൻ ഈ തുക്കടാ തുപ്പാക്കിയായിട്ട് കടന്നു ചെന്നാൽ ആദ്യം അവരെന്നെ പിടിച്ചകത്തിടും. എനിക്കുള്ള ആയുധം ഞാൻ അവിടെ നിന്ന് തന്നെ സംഘടിപ്പിച്ചോളാം. പക്ഷെ അതുവരെ എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ കൊല്ലപ്പെടുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കില്ല. 10 साल के बाद राजा राजा ही है. Once a king is always a king. Sir, Yes. a man has come to see you. But he has not taken any appointment, sir. He's a Malayali. Okay, let me see. Sir, he is the person. Raja, I know him. Let him in. Sir. വിദ്യ തറവാട്ടി ചെന്നിട്ടായാലോ? അങ്ങനല്ല, നാളെ വിദ്യ, നമുക്ക് ഒന്ന് വരൂ. 1 minute. നമസ്കാരം. വാ വാ. ഓർമ്മയുണ്ടോ സാർ? പിന്നെ തന്നെ എങ്ങനെയാണോ മറക്കുക? വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീണ്ട 10 വർഷങ്ങൾ അല്ലേ? താൻ ആളാകെ മാറിപ്പോയി. ആ വിദ്യ, മോളെ വിളിക്കാം. മോളെ, വലിയ സർപ്രൈസ് ആയിപ്പോയി. എങ്ങനെ എത്തി ഇപ്പോ ഇവിടെ? കോയമ്പത്തൂർ ഒരു ബിസിനസ് ആവശ്യത്തിന് വന്നു. അപ്പൊ സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഒന്ന് കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. വാ വാ. ഓർക്കുന്നുണ്ടോ ഇവിടെ? പിന്നെ വലുതായി പോയി. മോളെ, ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. അടുത്ത ആഴ്ച ഇവളുടെ എൻഗേജ്മെന്റ് ആണ്. ഓഹോ, അനുഗ്രഹം വാങ്ങിക്കേ. ഞങ്ങൾക്കുള്ള എല്ലാ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഇവള. അതിനുള്ള കടപ്പാട് ശേഖരൻകുട്ടിയോട് മാത്രമാണ്. അങ്ങനെ പറയരുത് സാർ. സത്യത്തിൽ എനിക്ക് സാറിനോടാ കടപ്പാട്. തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന എനിക്ക് നേർവഴി കാണിച്ചു തന്നതും എനിക്കൊരു ജീവിതം തന്നതും സാറാ. എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. എന്നിട്ട് അവരെവിടെ? നാട്ടിലാ. ഒരു പാവം നാട്ടിൻപുറത്തുകാരിയാ. എന്റെ പഴയ കഥയൊന്നും അവക്കറിയില്ല. ഒരിക്കലും അറിയിക്കരുത്. അതൊരു അടഞ്ഞ അധ്യായമാണ്. മോളുടെ എൻഗേജ്മെന്റിന് ഫാമിലി ഉണ്ടാവില്ലേ? ഉണ്ടാവണം.
എന്നാ ഞാൻ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാം. എന്തിനാ പോകുന്നത്? വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാ? പോലീസ് സുരക്ഷിതമായിട്ട് അവരിവിടെ എത്തിക്കും. ചിറ്റൂർ പോലീസ് സ്റ്റേഷനാ. അവിടുത്തെ DYSPക്ക് ഞങ്ങളുടെ വീടറിയാം. അയ്യപ്പേട്ട, ശേഖരേട്ടൻ വിളിച്ചിരുന്നു. കൊച്ചിന്നോ? അല്ല, കോയമ്പത്തൂരിന്ന്. ശേഖരേട്ടന്റെ സുഹൃത്ത് ചീഫ് സെക്രട്ടറി ആണെന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ ഉടനെ ചെല്ലണമെന്നും പറഞ്ഞു. പോലീസ് ഇങ്ങോട്ടാണല്ലോ. നമ്മളെ കൊണ്ടുപോവാനാ. നമ്മളെയോ? എല്ലാം പറയാം. അയ്യപ്പേട്ടനൊന്ന് പെട്ടെന്ന് റെഡിയാവും. പോയിട്ട് വരട്ടാച്ച. മുത്തശ്ശനോട് യാത്ര ഒതുക്കി പോയിട്ട് വരട്ടെ. 2 ദിവസം കഴിഞ്ഞ് വരണേ. അമ്മാവാ, പെട്ടെന്ന് വരാം. ലേറ്റ് ആയോ? ജീപ്പാ ശീലം, അതിൽ കയറിക്കോളാം. ഈ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇവർക്ക് എന്താ ബന്ധം? ഈ എന്റെ ശേഖരനളിനും ചീഫ് സെക്രട്ടറിയും ഒരേ ബെഞ്ചിലിരുന്ന് IAS പഠിച്ചായിരുന്നു. അളിയൻ തോറ്റു, ചീഫ് സെക്രട്ടറി ജയിച്ചു. ശരി, പോയി കയറ്. ഓ ശരി. നോ, ഫ്രണ്ട് സീറ്റ്. ആദ്യമായിട്ട് ഒരു പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റ് കയറണേ. മിന്നിച്ചേക്കണേ. इसका बैग लो सर. गाड़ी में बैग सर. प्लीज गेट इन मैडम. गेट इन. ഓ, അച്ഛാ. നമസ്കാരം. 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 മോൾക്ക് ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അച്ഛാ, ഈ ആന്റിയാ ഞങ്ങളുടെ സ്കൂളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. ഓ, ശ്രീദുർഗ. ഈ മിടുക്കായിരുന്നോ മോള്? വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ. വരൂ. അയ്യപ്പ, ഇവിടെ ഇത് വേണ്ട. Excuse me. DYSP Paulos Pothin is waiting for you. ഓ, Come. ഗുഡ് മോർണിംഗ് സർ. സാറെന്നാ പോയില്ലേ? അത് പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ആളറിയാതെ പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ സാറിന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പിന്നെ സാറിന് എന്നെ അറിയാഞ്ഞിട്ടാ. ഞാനെല്ലാം മനസ്സിൽ വെച്ചേക്കുന്ന സ്വഭാവക്കാരനാ. ഒന്നും മറക്കുകയില്ല. അവസരം കിട്ടിയാൽ പ്രത്യുപകാരവും ചെയ്യും, പലിശ സഹിതം. എന്നാ പിന്നെ സാറ് പോയിക്കോളൂ. നമുക്ക് വീണ്ടും കാണണം. ഞാൻ രാജ. യാ, ടെൽ മീ രാജ. നീ സുരക്ഷിതനായി അകത്ത് കടന്നു അല്ലേ? ഞാൻ മാത്രമല്ല സാറേ, എൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെ ഇവിടെ സുരക്ഷിതരാണ്. ക്യാ സോച്ചാ തുമ്നെ? तुम्हारा डर से मैं काम करूंगा क्या? मैं यहां उसे मारने का नहीं, बचाने का आया हूं. നിങ്ങളുടെയോ നിങ്ങളുടെ ആളുകളുടെയോ ഉച്ഛ്വാസം പോലും അദ്ദേഹത്തിന്റെ ദേഹത്ത് വീഴാൻ ഞാൻ സമ്മതിക്കില്ല മിസ്റ്റർ കൃഷ്ണവംശി. जॉन टेगर पैसे के लिए वो कुछ भी करेगा. वो अभी होटल लेमरडिन में है. Cash. This is Mahendra Verma and he is Raja.
See, there will be a big ceremony happening tomorrow. The ring exchange ceremony of Mahendra Verma's daughter. Both of them will be there. I hope you got it. हाँ बोलिए सिकंदर भाई। मुंबई से एक इंफॉर्मेशन है। चीफ सेक्रेटरी को मारने के लिए वंशी और शाह ने मिलकर एक प्रोफेशनल किलर को सुपारी दी है। उसका नाम है जॉन टाइगर। काफी खतरनाक है वो। सो सगाई के फंक्शन पे जरा केयरफुल रहना।